ഹലോ നമസ്കാരം. പ്രീ മെഡിക്കൽ നീറ്റ് പരീക്ഷയുടെ ഫലവുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം 23 ലക്ഷം വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചർച്ച ഈ 23 ലക്ഷം വിദ്യാർത്ഥികളെ കുറിച്ചല്ല, ന്യായമായ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രാജ്യത്തെ ഓരോ വിദ്യാർത്ഥിയെയും കുറിച്ചാണ്. ഇത് രാജ്യത്തെ എല്ലാ കുട്ടികളെയും കുറിച്ചാണ്. നന്നായി പഠിച്ചാൽ നല്ല ഭാവി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആ കുട്ടികളെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് വിദ്യാർത്ഥികളുടെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. മത്സരം വളരെ കടുപ്പമാണ്. രാജ്യത്ത് നല്ല കോളേജുകളുടെ ക്ഷാമമുണ്ട്. നല്ല കോളേജുകളിൽ സീറ്റുകളുടെ ക്ഷാമം രൂക്ഷമാണ്. സീറ്റുകൾക്കായി നടത്തുന്ന പരീക്ഷകൾ കൃത്യമായി നടത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് പ്രതീക്ഷയാണ് ഇവർക്ക് ബാക്കിയായിട്ടുള്ളത്? പേപ്പറുകളുടെ ചോർച്ചയോ മോശമായി നടക്കുന്ന പരീക്ഷകളോ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ അന്വേഷണം വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടെ 41 വ്യത്യസ്ത ചോദ്യപേപ്പർ ചോർച്ചകൾ നടന്നു എന്നാണ്. ഇത് എത്രയധികം ഉദ്യോഗാർത്ഥികളെ ബാധിച്ചിട്ടുണ്ടാവും? എത്ര തവണ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു? എല്ലായ്പ്പോഴും ഈ പ്രതിഷേധങ്ങൾ അവഗണിക്കപ്പെട്ടു. 16-17 വയസ്സുള്ള ഒരു കുട്ടി രാവും പകലും കഠിനാധ്വാനം ചെയ്യുകയും ഒരു വർഷം മുഴുവൻ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ഈ തട്ടിപ്പിൻ്റെ വാർത്ത കേൾക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? കഠിനാധ്വാനമെല്ലാം പാഴായി. അതിനാൽ ഒരു വലിയ ലളിതമായ കാര്യം എന്തെന്നാൽ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്ലാൻ ബി, ഒരു പ്ലാൻ സി നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നതാണ്. നിങ്ങളുടെ മുഴുവൻ ഭാവിയും നിങ്ങൾ ഒരിക്കലും ഒരു പരീക്ഷയിൽ മാത്രം ഒതുക്കരുത്. മൈൽ സ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞു വരുന്നത് നീറ്റ് UG പരീക്ഷയെക്കുറിച്ചാണ്. അണ്ടർ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റാണിത്. രാജ്യത്തുടനീളമുള്ള എല്ലാ മെഡിക്കൽ, ഡെൻ്റൽ, ആയുഷ് കോഴ്സുകളിലേക്കുമുള്ള ബിരുദ പ്രവേശന പരീക്ഷയാണിത്. രാജ്യത്ത് അത്തരത്തിലുള്ള ഒരേയൊരു പരീക്ഷ. ഇതിനു മുമ്പ് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പല മെഡിക്കൽ കോളേജുകൾക്കും സംസ്ഥാനങ്ങൾക്കും അവരുടേതായ പ്രീ മെഡിക്കൽ പരീക്ഷകൾ ഉണ്ടായിരുന്നു. ഈ പരീക്ഷകൾക്കെല്ലാം പകരം ഒരൊറ്റ പരീക്ഷ എന്ന ആശയമാണ് നീറ്റ് എന്ന ആശയത്തിലേക്ക് കൊണ്ടുവന്നത്. 2013 തുടക്കത്തിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വർഷങ്ങളെടുത്തു. 2016 മാത്രമാണ് ആദ്യമായി നീറ്റ് പരീക്ഷ നടത്തിയത്. ആദ്യ 3 വർഷത്തെ നീറ്റ് പരീക്ഷകൾ CBSEയുടെ മേൽനോട്ടത്തിലായിരുന്നു. എന്നാൽ 2019 മുതൽ ഈ പരീക്ഷകളുടെ നടത്തിപ്പ് ചുമതല NTA നൽകി. NTA എന്നാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ 2017 നവംബറിൽ സ്ഥാപിതമായ ഒരു സ്വയംഭരണ സ്ഥാപനമാണിത്. ഈ ഏജൻസി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന് അതിൻ്റേതായ സ്വാതന്ത്ര്യവും കൂടുതൽ സുതാര്യതയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പരീക്ഷകൾ നടത്തുമ്പോൾ ഈ പരീക്ഷകളെക്കുറിച്ചുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ഇന്ന് ജനങ്ങളുടെ രോഷം മുഴുവനും ഈ NTA നേരെയാണ്. എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് നമുക്ക് കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. 2024 ഫെബ്രുവരിയിൽ NTA നീറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ തുറന്ന് 1 മാസം വരെ സമയം നൽകിയിരുന്നു. അവസാന തീയതി മാർച്ച് 9 ആയിരുന്നു. ഇത് സാധാരണമാണ്. രജിസ്ട്രേഷന് 1 മാസത്തെ സമയം നൽകിയിരിക്കുന്നത്. എന്നാൽ സമയപരിധി 1 ആഴ്ച കൂടി നീട്ടി. ഇപ്പോൾ നോക്കൂ, ഇതും അത്ര വലിയ കാര്യമല്ല. കാരണം ചില വിദ്യാർത്ഥികൾ അവരുടെ പഠനങ്ങളിൽ മുഴുകിയിരിക്കാം. അതുകൊണ്ട് അവർക്ക് 1 ആഴ്ച കൂടി സമയം നീട്ടി നൽകി. എന്നാൽ 1 മാസത്തിന് ശേഷം ഏപ്രിൽ 9 ഈ രജിസ്ട്രേഷൻ ലിങ്ക് വീണ്ടും തുറക്കുന്നു. ഏപ്രിൽ 9 മുതൽ ഏപ്രിൽ 10 വരെ. ചിലരുടെ അഭ്യർത്ഥന പ്രകാരം ഒരു തിരുത്തൽ ജാലകം തുറക്കുന്നു. അതിനുശേഷം ഒരിക്കൽ കൂടി ബന്ധപ്പെട്ടവരുടെ അഭ്യർത്ഥന പ്രകാരം ഏപ്രിൽ 11 മുതൽ ഏപ്രിൽ 15 വരെ വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇത് ആരുടെ അഭ്യർത്ഥന പ്രകാരം ആണ് എന്നത് ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. ഇതിനുശേഷം മെയ് 5 പരീക്ഷ നടത്തുകയും ഇതിനുശേഷവും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പേപ്പർ ചോർന്നതായുള്ള നിരവധി റിപ്പോർട്ടുകളും വരുന്നു. എന്നാൽ ജൂൺ 4 ഫലം പ്രഖ്യാപിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ് ചെയ്തത്. 4 വ്യത്യസ്ത വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നീറ്റ് പരീക്ഷയിൽ സ്വാഭാവികമായും ചോദിക്കാറുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി എന്നീ വിഷയങ്ങളിൽ 50 വീതം ചോദ്യങ്ങളാണുള്ളത്. അതിൽ 45 ചോദ്യങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ആകെയുള്ള 200 ചോദ്യങ്ങളിൽ 180 ചോദ്യങ്ങൾക്ക് നിർബന്ധമായും ഉത്തരം എഴുതണമെന്നർത്ഥം. ഓരോ ശരിയായ ഉത്തരത്തിനും 4 പ്ലസ് മാർക്കും ഓരോ തെറ്റായ ഉത്തരത്തിനും 1 മൈനസ് മാർക്കും നൽകിയിരിക്കുന്നു. നൽകിയിരിക്കുന്ന സമയം 3 മണിക്കൂർ 20 മിനിറ്റാണ്. കൂടാതെ സാധ്യമായ പരമാവധി മാർക്ക് 720 ആണ്. ഇത്തവണ സംഭവിക്കുന്നത് 67 വിദ്യാർത്ഥികൾ മുഴുവനും മാർക്ക് നേടുന്നു എന്നതാണ്. 720 ഔട്ട് ഓഫ് 720. എല്ലാവർക്കും ഓൾ ഇന്ത്യ 1ാം റാങ്ക്. ഇത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയിൽ 2 പേർ മാത്രമാണ് ഒന്നാമതെത്തിയത്. അതിന് മുമ്പത്തെ വർഷം 2022 നീറ്റിൽ 6 പേർ ഒന്നാമതെത്തിയെങ്കിലും ആർക്കും മുഴുവൻ മാർക്ക് ലഭിച്ചില്ല.
715 ഉയർന്ന സ്കോർ. 2021 3 പേർ മാത്രമാണ് ഒന്നാമതെത്തിയത്. ഇപ്പോൾ പെട്ടെന്ന് 67 പേർ ഒന്നാമതെത്തുന്നു. ഇത് എങ്ങനെ സാധ്യമാകും എന്ന വലിയൊരു ചോദ്യം ബാക്കിയാണ്. ഇത് സംബന്ധിച്ച് 3 കാരണങ്ങളാണ് NDA പറഞ്ഞത്. ആദ്യത്തേത്, ഈ വർഷത്തെ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു, അതിനാലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നാമതെത്തിയത് എന്നാണ്. എന്നാൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളോടും വിദഗ്ധരോടും ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈ വർഷത്തെ പരീക്ഷ വളരെ കടുപ്പമേറിയതാണ് എന്നാണ് അവർ പറഞ്ഞത്. ഒപ്പം പൊതുവെ സ്കോർ കുറയാനാണ് സാധ്യതയെന്നും ആർക്കും മുഴുവൻ മാർക്കും സ്വന്തമാക്കാൻ കഴിയില്ല എന്നും പറയുകയുണ്ടായി. രണ്ടാമത്തേത്, ഈ വർഷം പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് NDA അധികൃതർ പറയുന്നു. 3 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി ഈ വർഷം പരീക്ഷ എഴുതിയിരുന്നു. 2023 താരതമ്യത്തിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നതിനാൽ സ്വാഭാവികമായും ഉയർന്ന സ്കോറുകൾ കാണപ്പെടുമെന്നും അഭിപ്രായപ്പെടുന്നു. എന്നാൽ മൂന്നാമത്തെ കാരണം ഏറ്റവും രസകരമാണ്. 67-ൽ 50 ടോപ്പർമാർക്കും ഗ്രേസ് മാർക്ക് നൽകിയത് കൊണ്ടാണ് ഇത്രയും റാങ്കുകൾ വന്നതെന്നാണ് NDA പറയുന്നത്. ഗ്രേസ് മാർക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് 75% പേർക്കും ഒന്നാം സ്ഥാനം ലഭിച്ചത്. ഇത് എന്ത് പരീക്ഷയാണ്? ഇവിടെ അഴിമതിയുണ്ട്, ഇതൊരു തട്ടിപ്പാണ്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം തെളിവുകൾ വരുന്നതിന് മുമ്പ് തന്നെ 10 ദിവസം മുമ്പ് ഫലം പ്രഖ്യാപിച്ചു. ഇത് കേവലം ക്രമരഹിതമായ 10 ദിവസമായിരുന്നില്ല. തന്ത്രപരമായി തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച അതേ ദിവസം നീറ്റ് പരീക്ഷയുടെ ഫലവും പ്രഖ്യാപിച്ചു. എല്ലാ മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്ന ജൂൺ 4-ന് തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിൽ ഒരു കുംഭകോണം മറച്ചു വെക്കാനാണോ ഈ ശ്രമം? തമാശ എന്തെന്നാൽ 718, 719 എന്നിങ്ങനെ മാർക്ക് കിട്ടിയവർ പോലുമുണ്ട്. ഒന്നുകിൽ 720, അല്ലെങ്കിൽ 715, അല്ലെങ്കിൽ 716 എന്നിങ്ങനെ മാർക്കുകൾ ലഭിക്കാം. പക്ഷേ ഓരോ ഉത്തരത്തിനും +4 മാർക്കും തെറ്റുത്തരത്തിന് -1 മാർക്കും ലഭിക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് 718, 19 എന്ന രീതിയിൽ മാർക്കുകൾ ലഭിക്കുക? നിരവധി ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി പോലും NDAയോട് ഉത്തരം ആവശ്യപ്പെട്ടിരിക്കുന്നു. പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചു, അതിനാൽ ഞങ്ങൾക്ക് ഉത്തരം ആവശ്യമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ശബ്ദമുയർത്തിയത്. ഈ കാര്യങ്ങളുടെ എല്ലാം സമ്മർദ്ദം വർദ്ധിച്ചപ്പോൾ ജൂൺ 8-ന് വിദ്യാഭ്യാസ മന്ത്രാലയം 14-അംഗ പാനൽ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 40,000-ലധികം വിദ്യാർത്ഥികൾ പ്രശ്നം പരിശോധിക്കുന്നതിനുള്ള നിവേദനത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ പരീക്ഷ വീണ്ടും നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. ഇതൊക്കെയാണെങ്കിലും ഈ പരീക്ഷയുടെ സമഗ്രതയ്ക്ക് കോട്ടം തട്ടിയില്ലെന്നാണ് NDA പറയുന്നത്. ഞാനിവിടെ ചോദിക്കാനായിരിക്കുന്ന ചോദ്യം, ഇന്ന് ഏത് പരീക്ഷയിലാണ് വിശ്വാസ്യത അവശേഷിക്കുന്നത് എന്നാണ്. മറ്റെല്ലാ പരീക്ഷകളിലും ഇതേ ചോദ്യപേപ്പർ ചോർച്ചയാണ് കാണുന്നത്. രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പോലും രാജ്യത്തെ സർക്കാർ ആശങ്കാകുലരാണോ? ഇത്തരക്കാർ കാരണം രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെയും അവസ്ഥ ഇതാണ്. നിങ്ങൾ പറയൂ, കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസത്തിനായി എത്രമാത്രം പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്? ഈ നേതാക്കൾ ഉത്തരവാദിത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. എല്ലാ അധികാരവും ഇവരുടെ കൈകളിലാണ്. ഇത് രാജ്യത്തിൻ്റെ ഭാവിയുടെ ചോദ്യമാണ്, വിദ്യാർത്ഥികളുടെ ഭാവിയുടെ ചോദ്യമാണ്, രാജ്യത്തിൻ്റെ മെഡിക്കൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ചോദ്യമാണ്. ഇത്രയധികം സമ്മർദ്ദം സൃഷ്ടിച്ചതിനു ശേഷം ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ഒടുവിൽ ആ മാർക്ക് നീക്കം ചെയ്യാൻ സമ്മതിച്ചു. ഒന്നുകിൽ വീണ്ടും പരീക്ഷ എഴുതാനും അല്ലെങ്കിൽ ഗ്രേസ് മാർക്കില്ലാതെ സ്കോർ സ്വീകരിക്കാനും ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകുന്നു. ഗ്രേസ് മാർക്ക് പ്രശ്നത്തിന് ഇത് തികഞ്ഞ പരിഹാരമാണ്. എന്നാൽ മറ്റ് പ്രശ്നങ്ങളുടെ കാര്യമോ? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. അട്ടിമറികൾ നടന്നിട്ടുണ്ട്. പണം റിസൾട്ടിനെ സ്വാധീനിച്ചതായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നു. വരും കാലങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീണിരിക്കുന്നു. നമ്മുടെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ആത്മധൈര്യം, ആത്മവീര്യം കെടാതെയിരിക്കാൻ നടപടികൾ ആവശ്യമാണ്. അവരെ തോൽപ്പിക്കരുതേ എന്ന അപേക്ഷ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.